ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആദരണീയരായ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ അനുഗ്രഹീതരെ, നമ്മുടെ കർത്താവിൻ്റെ ജനനത്തിന് മുമ്പ് അസ്വാഭാവികമായ ധാരാളം സംഭവങ്ങൾ കൊണ്ട് ശ്രദ്ധേയമാണ് നമ്മുടെ കാഴ്ചയും കേൾവിയും നമ്മുടെ പെർസെപ്ഷനും പുതിയ തലത്തിലേക്ക് ഉയരുന്നതിന് ഒരു നിദാനമായി തീരണം. അത് അങ്ങനെ യേശുദമ്പുരാന് യോഹന്നാൻ മാബ്ദാന വഴിയൊരുക്കി തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത് പോലെ കർത്താവ് ജനിച്ചതിനെ സ്വീകരിപ്പാൻ പല തരത്തിലും നമ്മൾ തന്നെ നമ്മുടെ ചിന്തയും കേൾവിയും കാഴ്ചയും മനോഭാവവും മൂലം ഒരുങ്ങേണ്ടതിനാണ് ചിരപരിചയമല്ലാത്ത അനേക സംഭവങ്ങൾ അതിന് മുന്നോടിയായി വരുന്നത്. ഇന്നത്തെ പരിശുദ്ധ എവങ്കേലിയൻ ഭാഗം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 39 മുതൽ 56 വരെയുള്ള വാക്യങ്ങളാണ്. സെയിന്റ് ലൂക്ക് ചാപ്റ്റർ 1 verses 39 through 56. ഗബ്രിയേൽ മാലാഖയുടെ ദൂത് സ്വീകരിച്ച് ഗർഭവതിയായിക്കൊണ്ടിരിക്കുന്ന മറിയാം നസറേത്തിൽ നിന്ന് യഹൂദിയ പട്ടണത്തിൽ സക്കറിയ പുരോഹിതന്റെ ഭവനത്തിൽ എലിസബത്തിനെ സന്ദർശിക്കുന്നതും അവരുടെ കൂടിക്കാഴ്ചയും സംഭാഷണവുമാണ് ഈ വേദഭാഗത്തിന്റെ ഉള്ളടക്കം. ഇന്നത്തെ ദിവസത്തെ പരിശുദ്ധ സഭ വനിതാ ദിനമായി ആചരിക്കുക. രണ്ട് സ്ത്രീരത്നങ്ങളുടെ സംഗമം, സംഭാഷണം വേദപുസ്തകത്തിൽ ശ്രദ്ധയോടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് പരിശുദ്ധ സഭ വിശുദ്ധ ഏവങ്കേലിയനായി ക്രമീകരിച്ചിരിക്കുന്നതും ശ്രദ്ധേയമാണ്. മറ്റേതെങ്കിലും ഒരു സന്ദർഭത്തിൽ വായിക്കുന്ന ഒരു വേദഭാഗമല്ല, വിശുദ്ധ കുർബാനയിലെ മുഖ്യ വേദ സന്ദേശമായി അത് വേർതിരിച്ചിരിക്കുന്നു. ഈ യാത്ര, ഈ സംഗമം പലതരത്തിലും പ്രാധാന്യം അർഹിക്കുന്നതാണ്. അന്നത്തെ കാലത്ത്, പ്രത്യേകിച്ചൊരു പേട്രിയാർക്കൽ സൊസൈറ്റി ആയിരിക്കുന്ന ആ കാലഘട്ടത്തിൽ ഈ സ്ത്രീകൾ ഇങ്ങനെ സംഗമിക്കുന്നതും അവർ സംഭാഷിക്കുന്നതും വളരെ പുതുമയുള്ള കാര്യങ്ങൾ ഉച്ചത്തിൽ സ്തുതിഗീതമായി ആലപിക്കുന്നതും ഒക്കെ കേട്ടുകേഴ്വിയില്ലാത്തതാണ്. അൺപ്രസിഡന്റ് ഈവൻസ്. മറിയാമിന്റെ യാത്രയും അതിനോടനുബന്ധമായ കാര്യങ്ങളുമാണ് നമുക്ക് പ്രത്യേകം ഒന്ന് സൂക്ഷ്മമായി നോക്കേണ്ടത്. മറിയാം എന്ന വാക്കിന്റെ അർത്ഥം ബിലവഡ് ഓർ ബിറ്റർ. കാത്തലിക് ചർച്ചിന്റെ ഒരു പ്രത്യേക ഇൻഫ്ലുവൻസിലായിരിക്കും ലേറ്റർ ഓൺ സ്റ്റെല്ല മാറിയ എന്ന രീതിയിൽ സ്റ്റാർ ഓഫ് ദ സീ എന്നൊക്കെയുള്ള ഒരു വിശേഷണ പദമാണ്. ബട്ട് മറിയാം എന്ന ഹീബ്രു, അതിന് തുല്യമായ ഭാഷയിലെ വാക്കുകളുടെ അർത്ഥം പ്രിയപ്പെട്ടവൾ, കയ്പ്, റിബല്യൻസ്നെസ് എന്നും ഒരർത്ഥം ഇതിൽ കൊടുത്തിട്ടുണ്ട്. മറിയാം ആയിരിക്കുന്ന നാസറേത്തിൽ നിന്ന് യഹൂദ പർവ്വത ഉള്ള പ്രദേശത്തേക്ക് യാത്ര ചെയ്യുന്നതിന് ഏകദേശം 80-100 മൈലുകൾ ദൂരമുണ്ട്. 130 മുതൽ 160 വരെ കിലോമീറ്റർ ദൈർഘ്യം.
കുറഞ്ഞത് 10 ദിവസമെങ്കിലും എടുത്തു കാണും മറിയ സ്വഭവനത്തിൽ നിന്ന് സക്കറിയായുടെ ഭവനത്തിൽ വരുവാൻ. ദൂതൻ ഈ ദൂത് അറിയിച്ചിട്ട് മറിയാമിനെ വിട്ടുപോകുമ്പോൾ ഉടനെ തന്നെയല്ല മറിയാം എലിസബത്തിന്റെ അടുക്കൽ പോകുന്നത്. ഒരുപക്ഷെ ഈ യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾക്ക് വേണ്ടിയാണ്. ഇൻ ദോസ് ഡേയ്സ്, മലയാളത്തിലേക്ക് അത് തർജ്ജമ ചെയ്തിരിക്കുന്നത് ആ കാലത്ത് എന്നാണ്. അപ്പൊ ഏതാനും ദിവസം കഴിഞ്ഞ് പ്രിപ്പറേഷനോട് കൂടിയായിരിക്കാം മറിയാം യാത്ര ചെയ്തു പോകുന്നത്. പരിശുദ്ധാത്മാവ് വഴികാട്ടിയായി കൂടെയുണ്ട് എന്നതൊഴിച്ചാൽ യാത്രാ സഹായികളോ യാത്രയ്ക്കുള്ള മറ്റു ഒരുക്കങ്ങളെ കുറിച്ചോ ഇവിടെ പരാമർശിക്കുന്നില്ല. അതിൽ പ്രസക്തിയില്ല. ദൈവം ജീവിതത്തിൽ ഇടപെട്ട് കഴിയുമ്പോൾ മാനുഷികമായി ചിന്തിക്കുന്നതിന് അതീതമായി പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന ഒരു നിത്യസത്യത്തിലേക്കാണത് വെളിച്ചം വീശുന്നത്. ഈ വേദഭാഗത്തിൽ നിന്ന് 2 കാര്യം പ്രത്യേകമായി നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ഞാൻ കർത്താവിനെ ശരണപ്പെടുകയാണ്. ഒന്നാമത്, ഈ യാത്ര is the confirmation of the new promise made to Mary through the Holy Spirit. ദൈവം നൽകിയിരിക്കുന്ന വാഗ്ദത്തം പരിശുദ്ധാത്മാവിലുള്ളത് ഒന്ന് സ്ഥിരീകരിക്കുന്ന ഒരു സംഭവമാണ് ഇത്. സൂക്ഷ്മമായി വേദപുസ്തകം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ഇത് വ്യക്തമായി നമുക്ക് മനസ്സിലാവും. നിന്റെ ചാർച്ചക്കാരിയായ എലിസബത്തും ഗർഭിണിയാണ്, അവൾ 6-ാം മാസം ആണ് എന്ന് പറഞ്ഞ് ദൈവത്തിനൊരു കാര്യം അസാധ്യമല്ലെന്ന് പറയുമ്പോഴാണ് മറിയാം, ഇതാ ഞാൻ കർത്താവിന്റെ ദാസൻ, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറയുന്നത്. ന്യായമായ 2-3 സംശയങ്ങൾ ദൂതനോട് മറിയാം ചോദിക്കുന്നതായി നമുക്ക് കണ്ടു. അപ്പോൾ നിന്റെ ചാർച്ചക്കാരിയായ എലിസബത്തും ഗർഭം ധരിച്ചിരിക്കുന്നു എന്ന അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്ന, അവർക്ക് പോയി ഒന്ന് വെരിഫൈ ചെയ്യാൻ കഴിയുന്ന ഒരു അടയാളം. ദിസ് ഈസ് എ സൈന. സക്കറിയായിക്കും പുരോഹിതനും ഇതുപോലെ ദേവാലയത്തിൽ വെച്ചൊരു സൈൻ കൊടുത്തു. അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ പലപ്പോഴും അതൊരു ശിക്ഷയായിട്ടാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. ഇറ്റ്സ് നോട്ട് എ ശിക്ഷ. അതിനുള്ള വ്യക്തമായ കാര്യങ്ങൾ എൻ്റെ ചില പ്രഭാഷണങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആളുകൾ അത് ശിക്ഷയായിട്ടല്ല പുറത്തു നിന്നവർ ദേവാലയത്തിൽ നിന്ന് കണ്ടത്. മൗനമായി വരുന്ന പുരോഹിതനെ കണ്ടിട്ട് അങ്ങനെ തന്നെ വേണം എന്ന് പറയുന്നതല്ല അവിടെ കാണുന്നത്. വായ അടച്ചതിന് ശേഷം കുഞ്ഞ് ജനിച്ച് 8-ാം ദിവസം പരിച്ഛേദന ചെയ്യുമ്പോൾ വാ തുറന്നിട്ട് ദൈവത്തിന് മഹത്വമെന്നാണ് ആദ്യമേ പ്രനൗൺസ് ചെയ്തത്. അത് ശിക്ഷയായിരുന്നെങ്കിൽ നമ്മളൊക്കെ പറയുന്നത് പോലുള്ള വാക്കുകൾ വരേണ്ടതാണ്. അപ്പോൾ ഒരിക്കലും അതൊരു ശിക്ഷയല്ല. ഇറ്റ്സ് എ സൈൻ, ഇറ്റ്സ് എ ഡിഫറൻറ്റ് സൈൻ. നീ സംശയിച്ചത് കൊണ്ട് ഇത് പൂർത്തീകരിക്കുന്നവരെ നീ മൗനിയായിരിക്കും എന്ന ഒരു സൈനെ കൊടുത്തിട്ട്, അടയാളമാണ് കൊടുത്തത്. മാതാവിന് കൊടുത്തിരിക്കുന്നത് കുറച്ചുകൂടെ പ്രായം ചെറുതായതുകൊണ്ടും ആകാം. മാതാവിന് കൊടുത്തതിന് ചാർച്ചക്കാരിയായ എലിസബത്ത് 6 മാസം ഗർഭിണിയായി എന്നാണ്. അത് ഒന്ന് കൺഫേം ചെയ്യേണ്ടതും ആവശ്യം. കാരണം എലിസബത്ത് മാതാവ് അടുത്ത് ചെല്ലുമ്പോൾ പറയുന്നത്, എന്റെ കർത്താവിന്റെ മാതാവ് എന്റെ അടുക്കൽ വരുവാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് ഉണ്ടായി? കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് അരുളി ചെയ്തത് നിവർത്തിയാവുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. So before the confirmation, Mary do believe in God. And now it is confirmed through their confrontation as well as their conversations. അതേ ഉള്ളൂ. എലിസബത്ത് എന്ന വാക്കിന്റെ അർത്ഥം God is my promise. God is my promise or God is my oath. വാഗ്ദത്തം, ദൈവം എൻ്റെ വാഗ്ദത്തമാകുന്നു. അതുകൊണ്ടാണ് കന്യാമറിയാമിന് കൊടുത്ത ഒരു പുതിയ വാഗ്ദത്തം, നിന്നിലൂടെ മനുഷ്യവർഗത്തെ രക്ഷിപ്പാനുള്ള മശിഹ അവതരിക്കുമെന്ന ഒരു പുതിയ വാഗ്ദത്തം യേശുദമ്പുരാൻ ആ മറിയാം സ്വീകരിച്ച്, ആത്മാവിൽ സ്വീകരിച്ച് എലിസബത്തിന്റെ അടുക്കൽ വരുമ്പോൾ അവർ തമ്മിൽ നടക്കുന്ന സംഭാഷണം, അവർ തമ്മിൽ നടത്തുന്ന ആ തരത്തിലുള്ള ജെനിഫ്ലക്ഷൻ മുതലായ ബോഡി ലാംഗ്വേജസ്, അതെല്ലാം അതുപോലെ തന്നെ ഇവിടെ പറയുകയാണ്. മറിയാം എലിസബത്തിനെ വന്ദനം ചെയ്തു, ഷാലോം എന്നാണ്. വന്ദനം ചെയ്ത് കഴിയുമ്പോൾ
എലിസബത്തിന്റെ ഗർഭപാത്രത്തിൽ യോഹന്നാൻ ഉരുവെടുത്തു വരുന്ന ശിശു തുള്ളുകയാണ് ചെയ്യുന്നത്. അതിനുശേഷമാണ് കർത്താവ് തന്നോട് പറഞ്ഞതിന് നിവൃത്തിയാവുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്ന് പറയുന്നത്. അപ്പോൾ there is a steady progress leading to the confirmation of Mary as well as Elizabeth. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നതിന്റെ കാര്യം, ഇങ്ങനെ കന്യകമറിയാം ഒരു വെർജിനായി അവൾ ഗർഭം ധരിച്ചു എന്നതിന്റെ ആദ്യത്തെ സാക്ഷി കൂടെയാണ് എലിസബത്ത്. നമ്മളാരും വിചാരിക്കരുത് ഈ സംഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ നടക്കുമ്പോൾ ആ നാട്ടിലുള്ള ആളുകളെല്ലാം അങ്ങ് ദൈവികരായി അവരെ ചുംബിച്ചു, അവരെ പൂജിച്ചു. നോ നോ നോ. മനുഷ്യാവതാരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത സാധാരണ മനുഷ്യരുടെ ജീവിതത്തിൽ അസാധാരണമായ രീതിയിൽ ദൈവം ഇടപെടുന്നു. വാർദ്ധക്യത്തിലായിരിക്കുന്ന സക്കറിയ പുരോഹിതനും വൃദ്ധയായ എലിസബത്തിന്റെ ജീവിതത്തിൽ പുത്രസൗഭാഗ്യമില്ലാത്തത് കൊണ്ട് അവര് ദുഃഖിതര. അവരിൽ നിന്ന് മറ്റ് ഒരു സന്താനം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷ അവർക്കോ മറ്റുള്ളവർക്കോ ഇല്ലാത്ത തരത്തിൽ ആ പ്രതീക്ഷകൾ അറ്റുപോയവരാ. നല്ല ചിട്ടകളും നിഷ്ഠകളും ദൈവസമർപ്പിതമായി ജീവിച്ച കന്യാമറിയാം വിവാഹ ജീവിതത്തിലേക്ക് ഇടപെടുവാൻ തക്കവണ്ണമുള്ള എൻഗേജ്മെന്റ് കഴിഞ്ഞ ആളാണ്. അപ്പം നോർമൽ ഹ്യൂമൻ ലൈഫ്. പക്ഷേ അസാധാരണമായ രീതിയിൽ ദൈവം അവിടെ ഇടപെട്ടു. വേറൊരു പദ്ധതിക്കായി അവരെ വിളിച്ചു. ഇത് വളരെ ആവശ്യമാണ്. ആത്മാവിന്റെ അഭിഷേകത്താൽ ദൈവജനത്തിന് പുതിയ ഒരു വാഗ്ദത്തം ലഭിക്കുന്നു. ഒന്ന് ഒരു പ്രത്യേക ജനതയ്ക്ക് മാത്രമായി ലഭിച്ചുവെങ്കിൽ ഇന്ന് സർവ ജനതയ്ക്കും അത് ലഭിക്കേണ്ടതിന് ഈ വാഗ്ദത്തം ലഭിക്കുന്നു. അതുകൊണ്ട് എപ്പിസൽസ് വായിച്ച സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീണ്ടും നിങ്ങളത് ഒന്ന് പരിശോധിച്ച് വായിച്ചാൽ അറിയാം, നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്ന ഒരു പ്രത്യേക ജനത, ജാതി എന്ന പഴയ വാക്കാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. നേഷൻസ്. യു ഹാവ് ബീൻ കോൾഡ് എ നേഷൻ. ജനത. അപ്പൊ ജനതകൾക്ക് പ്രകാശമായി ജനതകളുടെ രക്ഷകനായി യേശു തമ്പുരാൻ വരുന്നു എന്നതിന്റെ പ്രത്യക്ഷമായ സ്ഥിരീകരണമാണ് ഈ വനിതകളുടെ സംഗമം. അത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമത് മറിയാം സ്തുതിഗീതം അതാണ് പ്രധാനം. അതുകൊണ്ട് രണ്ടാമത്തത് the new promise is linked to the etiology of the people of God through the Holy Spirit by Saint Mary. ഒരാൾക്കൊരു ദൈവ അനുഗ്രഹം ഉണ്ടായാൽ അതിനെ എങ്ങനെ വീക്ഷിക്കും, അതെങ്ങനെ പൊതു സമൂഹത്തിന് പൊതു ചരിത്രത്തിന്റെ ഭാഗമായി തീരുമെന്നുള്ളത് ശ്രദ്ധേയമായ ചോദ്യമാണ്. കാരണം അതിന് അനേകം മാനങ്ങളുണ്ട്, അതിന് പ്രസക്തിയുണ്ട്, പ്രശസ്തിയുണ്ട്, മറ്റ് സാമ്പത്തികമായ മറ്റ് സാമൂഹ്യമായ അനേക തലങ്ങൾ അതിനുണ്ട്. അതിനെ എങ്ങനെ റിലേറ്റ് ചെയ്യും? നമ്മുടെ എല്ലാ ആരാധനയിലും മിക്കവാറും എല്ലാ കൂദാശകളിലും ഒക്കെ ഉപയോഗിക്കുന്നതാണ് മറിയാമിന്റെ ഈ പുകഴ്ത്തുപാട്ട്. ലാറ്റിൻ ട്രഡീഷനിൽ ദ കാൻഡിക്കിൾ ഓഫ് മേരി എന്നറിയപ്പെടുന്നത്, ലാറ്റിൻ ട്രഡീഷനിൽ തന്നെ മാഗ്നിഫിക്കാറ്റ് എന്ന് അറിയപ്പെടുന്നതിന്റെ കാരണം മാഗ്നിഫിക്കാറ്റ് മിയോ അനിമ മിയ ഡോമിനോസ് ഡോമിനും എന്ന ലാറ്റിൻ വൾഗേറ്റിലെ ഒന്നാമത്തെ വേർഡ. അതായത് എൻ്റെ ആത്മാവ് ദൈവത്തെ പുകഴ്ത്തുന്ന, പുകഴ്ത്തുന്നു എന്നുള്ള വാക്ക് ലാറ്റിൻ വരുമ്പോൾ ഫസ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. മാഗ്നിഫിക്കാറ്റ് അനിമ മിയ ഡോമിനും എന്ന് വരുന്നത്. അപ്പം മാഗ്നിഫിക്കാറ്റ് എന്ന ആ വാക്കിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താണ് മാഗ്നിഫിക്കാറ്റ് എന്നുള്ളത്.
അപ്പോൾ സ്തുതിക്കുക എന്ന സുറിയാനിൽ ഇതിന് മാവുർവോ എന്ന് പറയും. പൗരസ്ത്യ ആരാധനയുടെ പ്രത്യേകമായ ഒരു ഭംഗിയാണ് മറിയാമിന്റെ ഈ സ്തുതിഗീതങ്ങൾ 8 ദിവസത്തെ അല്ലെ 8 രാഗങ്ങളായി നിറങ്ങളിലായി മറിയാമിന്റെ പുകഴ്ത്തുപാട്ട് പ്രത്യേകമായുണ്ട്. ഇന്ന് 5-ാം നിറമായിരുന്നു. ഇന്ന് രാത്രി നമസ്കാരത്തിന് ഹാ നിൻ ഭാഗ്യം ദാവീദിൻ മകൾ മറിയാമേ എന്ന് നമ്മുടെ കുർബാനക്രമത്തിൽ ഉപയോഗിക്കുന്ന സ്ഥലത്ത് സെമിനാരിയിലും മറ്റ് ദേറാകളിലും അതുപോലെയുള്ള ആരാധന നടത്താൻ താല്പര്യമുള്ള സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്ന ഷീമ നമസ്കാരത്തിലെ മാവുർവോയുടെ ഭാഗത്ത് നിന്നുള്ള മലയാള വേർഷനിലേക്ക് വരുമ്പോൾ കന്യക ഗർഭിണിയായതിനാൽ ആനന്ദിക്കുക നബിയാവേശായ അമ്മനുവേല ആത്മജനെ പെറ്റു കന്യകയാൾ. അങ്ങനെ പോകുന്നു. ഇത് പൗരസ്ത്യ ആരാധനയുടെ ഒരു ബ്യൂട്ടിയാണ്. നിങ്ങൾ അതിശയിക്കേണ്ട കാര്യമല്ല. ലോകത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 13 വയസ്സുള്ള ഗർഭിണിയായ ഒരു സ്ത്രീ 160 കിലോമീറ്റർ ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് ഒരു വിപ്ലവം സൃഷ്ടിക്കുന്നത്. വയനാടൻ പ്രദേശമായതുകൊണ്ട് സന്ധ്യ കഴിഞ്ഞ് നമ്മൾ ചില സ്ഥലത്ത് വീടിലോട്ട് പുറത്തോട്ട് പോലും നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. കാരണം വന്യമൃഗങ്ങളുടെ അക്രമം ഉണ്ടെന്നുള്ള പേടിയാണ്. GPS വല്ലതും കൊടുത്തോ, ആരെങ്കിലും ടൂർ ഗൈഡ് ഉണ്ടോ, പാക്കേജ് ഉണ്ടോ? ദീസ് ആർ ട്രിവിയൽ ക്വസ്റ്റ്യൻസ് വിച്ച് ഈസ് ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ്. She with the power of the Holy Spirit prepared and set out a journey which expands to 160 kilometers in those days. ഈ നസറത്ത് എന്ന് പറയുന്നത് ഒരു താഴ്വാരം, ഒരു താഴ്ന്ന സ്ഥലമാണ്, പ്ലെയിൻ സ്ഥലമാണ്. യെരുശലേമിന് കുറച്ചടുത്താണ് ഈ ജുഡയായുടെ ഇത് എയിൻ അഖ്രൈം എന്ന് പറയുന്ന ഒരു സ്ഥലത്തായിരിക്കാം മറിയാം ചെന്നത്. ആ സ്ഥലം ഉയർന്നു പോകുന്നതാണ്. താഴ്വര പിൻവിട്ട് കയറ്റങ്ങൾ കയറി നല്ല രീതിയിലാണ് പോകുന്നത്. She went in haste. ഈ വേർഷനിൽ കൊടുത്തിരിക്കുന്നത് യഹൂദ നഗരത്തിലേക്ക് ഉത്സാഹത്തോടെ പോയി എന്ന, മിക്കവാറും അതിന്റെ സുറിയാനി പദത്തിന് ഉത്സാഹമെന്ന ഒരു അർത്ഥം കൂടെ ഉണ്ടാവും. ആ അർത്ഥമാണ് ഈ വേർഷനിൽ ഈ ട്രാൻസ്ലേഷൻ ഉപയോഗിച്ചത്. ഗ്രീക്ക് ഭാഷയിലും അതിന്റെ തത്തുല്യമായി ഇംഗ്ലീഷിലും വരുമ്പോൾ ഹർഡിലി, ഹേസ്റ്റ്ലി. പഴയ മലയാളത്തിലാണ് നമ്മുടെ വേർഷനിൽ എഴുതിയിരിക്കുന്നത് മറിയാം ബദ്ധപ്പെട്ടു. പലരുടെയും ഒരു ചിന്ത ബദ്ധപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആയാസപ്പെട്ടു എന്ന അല്ല, ആയാസമല്ല. ബദ്ധപ്പെടുക എന്ന് പറഞ്ഞാൽ സഖായി ബന്ധപ്പെട്ട് യേശുവിൻ്റെ അടുക്കെന്ന് പറഞ്ഞാൽ ഹേർഡിലി, ഇമ്മീഡിയറ്റ്ലി, ഉടനടി. ഉത്സാഹത്തോടെ ആയാലേ ഈ ഉടനടി ഉണ്ടാകത്തുള്ളൂ. അത് തമ്മിൽ ബന്ധമുണ്ടല്ലോ, ഭാഷാപരമായിട്ട് ബന്ധമില്ലേലും അതിൻ്റെ ബാഹ്യ രീതിയിൽ അതിന് ബന്ധമുണ്ട്. എന്താ, നമുക്ക് ഉത്സാഹമുള്ളതിനെ ഒരു തിടുക്കവും ധൃതിയും ഉള്ളൂ. അല്ലെങ്കിൽ എല്ലാം ഇങ്ങനെ ചലത്തേഹേ ചലത്തേഹേ എന്ന് പറഞ്ഞതിനിരിക്കും. അതുകൊണ്ടാണല്ലോ തുടക്കത്തിലൊക്കെ ഇത്രയും പേരുണ്ടായിരുന്നോ? ഇല്ലല്ലോ. മാതാവ് തനിക്ക് ലഭിച്ച സൗഭാഗ്യം എത്ര പ്രാവശ്യമാണ് മറിയാമിനോട് പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഈ വന്ധ്യ വയോധിക പറയുന്നത്, നീ അനുഗ്രഹിക്കപ്പെട്ടവരാ, യു ആർ ബ്ലസ്ഡ്. ആ അനുഗ്രഹം തന്റെ സ്വകാര്യമല്ലാതെ അവൾ എവിടേക്ക് കൊണ്ടുപോയി? അതാണ് ഏറ്റവും ശ്രദ്ധേയം. She related this blessedness to the suffering and the joy of the people of God down through the centuries. ഇവിടെ ഹിസ്റ്ററി വളരെ പ്രാധാന്യമാണ്. ലെഗസി, ഹെഗിമണി, ഹെറിറ്റേജ് ഇസ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്. അല്ല, ഒരു സുപ്രഭാതത്തിൽ ഇവിടെ നിന്ന് പരിശുദ്ധാത്മാവ് അവളെ തെരഞ്ഞെടുത്ത്, ദൈവം തെരഞ്ഞെടുത്തു, പിന്നെ അവിടെ നിന്ന് ആരംഭിക്കുക അല്ല. അതുകൊണ്ടാണ് അവസാനവും അത് പറയുമ്പോഴത്തേക്ക് അബ്രഹാം, നമ്മുടെ പിതാക്കന്മാരായ അബ്രഹാമിനോടും അവന്റെ സന്തതിയോടും അരുളി ചെയ്ത പ്രകാരം അവൻ തന്റെ കരുണ സദാ ഓർത്തുകൊണ്ട് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. സ്വാർത്ഥമതികളായ ആളുകൾ എനിക്ക് ലഭിക്കണം, മറ്റുള്ളവരുടെ അതെനിക്ക് തരേണ്ട ആവശ്യമില്ല, അവരുണ്ടോ എന്ന് തന്നെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് കിട്ടണം, ജോലി എനിക്ക് കിട്ടണം,
ഈ നല്ല കാര്യം എനിക്ക് കിട്ടണം. ഇപ്പൊ ഇവരെ നൺ ഓഫ് മൈ ബിസിനസ്, ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്, എനിക്ക് കിട്ടണം. ഏറ്റവും പ്രധാനമായ കാര്യമാണ് ലോകത്തിന്റെ രക്ഷകൻ ജനിക്കുന്നു, ആ രക്ഷകൻ നിന്നിലൂടെ ജനിക്കുന്നു എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞിട്ട് ആ സൗഭാഗ്യാവസ്ഥ സകല തലമുറകളും ഇനി എന്നെ സൗഭാഗ്യമെന്ന് വാഴ്ത്തും, പരിശുദ്ധാത്മാ നിറഞ്ഞ് പ്രകീർത്തിക്കുക. ആ വാഴ്ത്താനുള്ളതിന് ഇടയായ മാതാവ് അവരുടെ സ്വകാര്യമായോ അവരുടെ കുടുംബത്തിൻ്റെതായോ ഒരു സ്വകാര്യമായിട്ട് അവൾ വെച്ചില്ല. പിന്നെ എവിടെ വെച്ചു? നമ്മുടെ പൂർവികർ മിസ്രൈമിൽ അനുഭവിച്ചതായ ഇഷ്ടികച്ചുകുടകളിൽ വെച്ച് അനുഭവിച്ചതായ കഷ്ടപ്പാടുകൾ, അവരുടെ അതിമഹത്തായ സാഹസികമായ ത്യാഗോജ്വലമായ അവരുടെ പലായനം, അവരുടെ പ്രയാണം, അത് കഴിഞ്ഞുള്ള ഓരോ സംഭവങ്ങളിലേക്ക്. That's why we see the new promise is being related to the old dispensation or the old promises of God. അപ്പൊ എന്തെങ്കിലും ഉന്നതി ഉണ്ടായാൽ ഇവിടെ നിന്നൊരു പുതിയ വീട്, ഒരു വാഹനവും ഒരു ചരിത്രവും വീട്ടുപേരിന് ഒരു ലേബലും വെച്ച് തുടങ്ങാമെന്ന് ചിന്തിക്കുന്ന ആളുകൾ, എയ്റ്റിയോളജി എന്ന് പറഞ്ഞാൽ അസ്തിത്വത്തെക്കുറിച്ചുള്ള അസ്തിത്വ ബോധം, അസ്തിത്വത്തെ സംബന്ധിച്ച. She related her being not as an individual, as a personal, but she related to the whole bunch of the people of God. ദൈവജനത്തിന്റെ ചരിത്രത്തോട്, അവിടെ ഇല്ലായ്മയോട്, വല്ലായ്മയോട്, ത്യാഗത്തോട്, അവരുടെ പുച്ഛഭാവത്തോട്, അവരെ ലോക ചരിത്രത്തിൽ അപഹസിച്ചതിനോട് ഈ വലിയ മഹത്തായ സന്തോഷം കൊണ്ട് പങ്കുവച്ചു. അപൂർവമായി നമ്മൾ ഈ കാലഘട്ടത്തിൽ കാണുന്നുണ്ട്. ഉന്നത വിജയം നേടുന്നവര്, ജീവിത വിജയം നേടുന്നവര്, അവരുടെ മാതാപിതാക്കളോ പ്രിയപ്പെട്ടവരോ വളരെ ത്യാഗം സഹിച്ച് നമ്മൾ നിസ്സാരമെന്ന് വിചാരിക്കുന്ന കുപ്പത്തൊട്ടിയിൽ ജോലി ചെയ്ത് അതിൽ നിന്ന് സ്വരൂപിക്കുന്ന സമ്പാദ്യം കൊണ്ട് മക്കളെ വളർത്തി പഠിപ്പിച്ച് അവരുടെ ഗ്രാജുവേഷൻ അല്ലെ അവരുടെ പോസ്റ്റ് ഗ്രാജുവേഷൻ, അവരുടെ പ്രൊഫഷണൽ ഔട്ട് ഗോയിങ്ങിന് കോൺവക്കേഷൻ നടക്കുമ്പോൾ ആ ഗൗണുകൾ ഇട്ടുകൊണ്ട് അപൂർവമായ ആളുകൾ, അഹന്തയും സ്വാർത്ഥതയുമുള്ള ആളുകൾക്ക് ഒരു വെല്ലുവിളിയാകാൻ വേണ്ടി അങ്ങനെയുള്ള ഉത്തമമായ ബോധ്യമുള്ള കുഞ്ഞുങ്ങൾ ഓടി ആ സ്റ്റേജിൽ നിന്ന് താഴെ ഇറങ്ങി ആ മാതാപിതാക്കളെ വാരിപ്പുണർന്ന് ആ സ്റ്റേജിൽ കൊണ്ടുവരും. എൻ്റെ കൈകൾ കൊണ്ട് പിടിച്ച് ഞാൻ പേന കൊണ്ട് എഴുതുമ്പോൾ എൻ്റെ അമ്മ ഈ കുപ്പിത്തൊട്ടിയിൽ ഇങ്ങനെ എച്ചിൽ വാരി അതിൽ നിന്ന് എനിക്ക് ബലം തരുന്നതാണ് ഈ പേന പിടിക്കാനുള്ള ശക്തി എന്ന് അംഗീകരിക്കുന്ന കുഞ്ഞുങ്ങൾ. ഈ ജാതിപ്പെട്ടവരൊന്നും ആകണമെന്നില്ല, നല്ല മനുഷ്യവർഗത്തിൽപ്പെട്ട ആളുകൾ നമുക്ക് ചുറ്റും നിന്ന് വെല്ലുവിളിയായി വന്നിട്ടുണ്ട്. മറിയാമിന് ശേഷം അതുപോലെ ഒരു വിപ്ലവ നായിക ഒരു പ്രത്യയശാസ്ത്രത്തിലും ഉണ്ടായിട്ടില്ല, അകത്തും ഉണ്ടായിട്ടില്ല, പുറത്തും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഇവിടെ കാര്യമായ വ്യതിയാനങ്ങളൊന്നും ഉണ്ടാകാത്തതും. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. സോ ദിസ് ഡേ as we observe the day of women, വനിതാ ദിനം, ഒന്ന് ഒരു അമ്മച്ചി, ഒന്ന് ജീവിതത്തിന്റെ ആ വൈവാഹിക ബന്ധത്തിലേക്ക് കടക്കാൻ കാലെടുത്ത് വെക്കുന്ന 13 ഒരു ടീനേജിലുള്ള, അന്നത്തെ കാലത്ത് സ്ത്രീ എന്ന് തന്നെ പരിഗണിക്കാവുന്ന ന്യായമായ നിയമപരമായ വിവാഹത്തിന് പ്രായമായവൾ. വലിയ അന്തരമാണ്. പഴയ പ്രോമിസസ് ഒക്കെ ദൈവം നടത്തിയിരിക്കുന്നത് പിതാക്കന്മാരിലൂടെ, വാക്കുകളിലൂടെ, എഴുതപ്പെട്ടപ്പോൾ അക്ഷരങ്ങളിലൂടെയാണ്. പുതിയ ഡിസ്പെൻസേഷൻ ദൈവം കൊടുക്കുന്നത് അക്ഷരങ്ങളിലൂടെയല്ല, ആത്മാവിലാണ്. So the old dispensation, which is characterized by the letters which is dying, is being replaced with the new dispensation of promises, which is given to the power of the Holy Spirit. അത് രണ്ടും കൂടെ ചേർത്ത് കൊണ്ടുപോകാൻ തക്കവണ്ണം മാതാവിന് സാധിച്ചു. എന്തെങ്കിലും ഒന്ന് കേട്ട് കഴിയുമ്പോൾ കുതിച്ചു ചാടിപ്പോകുന്ന ആളുകളും ഈ ദിവസത്തെ വേദഭാഗം ഒന്ന് വായിക്കുന്നത് നല്ലതാണ്. Instead of going to a long distance to confirm this, she could have shared the good news of she is being pregnant to the family members or the kin and kith, people around them. She didn't do that. She went to the right person to share this.
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.